യമനിൽ നിന്നും പാക് കപ്പലിൽ രക്ഷപ്പെട്ട മലയാളികൾ ഉൾപ്പെട്ട് ഇന്ത്യക്കാർ ദില്ലിയിലെത്തി. ദീപക്, രാജേന്ദ്രൻ, സുരേന്ദ്രൻ, പോൾ, ജയരാജ് എന്നിവരാണ് സംഘത്തിലെ 5 മലയാളികൾ. ഇവർ രാവിലെ 6 മണിയുടെ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു. രാത്രി 7 മണിയോടെ പാക് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് 11 ഇന്ത്യക്കാരെയും ദില്ലിയിലെത്തിച്ചത്. സംഘത്തിൽ ഉൾപ്പെട്ട 5 മലയാളികളെ നോർക്ക അധികൃതർ പിന്നീട് താമസ സൗകര്യമൊരുക്കിയിരിക്കുന്ന കേരള ഹൗസിലെത്തിച്ചു. പാകിസ്ഥാന്റെ കപ്പൽ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് യമനിലെ ഭീതിതമായ അന്തരീക്ഷത്തിൽ നിന്നും തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്ന് ഇവർ പറഞ്ഞു. ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ അംബാസഡറും ഇന്ത്യൻ അംബാസഡറും നേരിട്ട് സംസാരിച്ചതാണ്. ഞങ്ങൾ ഷിപ്പ് നീട്ടിയവരാണ്, നേരിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടാണ് ഞങ്ങൾ ബോർഡ് ചെയ്തത്. ഇന്ത്യൻ എംബസിയുടെ അനുവാദം ലഭിച്ച ശേഷമാണ് തങ്ങൾ പാകിസ്ഥാൻ കപ്പലിൽ കയറിയത്. രാജ്യത്തിന്റെ അനുമതി കൂടാതെയാണ് തങ്ങൾ പാക് കപ്പലിൽ കയറിപ്പറ്റിയതെന്ന മാധ്യമ വാർത്തകൾ വിഷമിപ്പിച്ചെന്നും ഇവർ പറഞ്ഞു. പാകിസ്ഥാൻ കപ്പലിൽ ലഭിച്ച സ്വീകരണം ഊഷ്മളമായിരുന്നു. പാക് പൗരന്മാർ ഡെക്കിൽ കിടക്കുമ്പോഴും ഇന്ത്യക്കാരായവർക്ക് AC അടക്കമുള്ള സൗകര്യങ്ങൾ കപ്പലിൽ ലഭിച്ചതായും ഇവർ പറഞ്ഞു. ഊഷ്മളമായ സ്വീകരണം എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. അവരുടെ സെയിലേഴ്സിന്റെ റൂം ഒഴിപ്പിച്ചിട്ട് ഞങ്ങൾ 11 പേരെ അവരുടെ ക്യാബിനും അവരുടെ കട്ടിലും ഇതൊക്കെയുള്ള എയർ കണ്ടീഷന്റെ ക്യാബിന്റെ ഉള്ളിൽ ഞങ്ങളെ ആക്കി. 5 മലയാളികൾ ഉൾപ്പെട്ട 11 ഇന്ത്യക്കാരടങ്ങിയ സംഘത്തെ ഇന്നലെയാണ് പാക് യുദ്ധക്കപ്പൽ കറാച്ചിയിൽ എത്തിച്ചത്. തുടർന്ന് ഉന്നതതലത്തിലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ തന്നെ ഇവരെ ഇന്ത്യയിൽ എത്തിക്കുകയായിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.